സജ്ജനങ്ങൾക്ക് പ്രണാമം. അധ്യാത്മരാമായണം ഇന്ന് അയോധ്യാകാണ്ഡത്തിലെ രാമസീതാരഹസ്യം, യുഗസംഗമം തുടങ്ങിയ ഭാഗങ്ങളാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിൻ രഘുകുലന്വയരത്നദീപം അജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. ആപദാമപകർത്താരം ദാതാരം സർവസംഭദം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമമ്യഹം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. അതുലിതബലധാമം സ്വർണശൈലാപദേഹം ജനജവനകൃശാനം ജ്ഞാനീനാമഗ്രഗണ്യം സകല ഗുണനിധാനാം വാനരാണാമധീശം രഘുപതി വരദൂതം വാദജാതം നമാമി. ആഞ്ജനേയമതിപാടലാനനം കാഞ്ചനാദ്രികമനീയ വിഗ്രഹം പാരിജാതതരുമൂലവാസിനം ഭാവയാമി പവമാനനന്ദനം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാഘവനന്ദ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദ ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. രാമസീതാരഹസ്യം. രാമനെ ചിന്തിച്ചു ദുഃഖിയായകാരുമേ കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവനെ വരും. രാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു താമര സാക്ഷനാമാദിനാരായണൻ ലക്ഷ്മണനായതനന്ദൻ ജനകജാലക്ഷ്മി ഭഗവതി ലോകമായാപര മായാഗുണങ്ങളെത്താൻ അവലംബിച്ചു കായഭേദം ധരിക്കുന്നിതാത്മാപരൻ. രാജസമായ ഗുണത്തോടുകൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപരായണൻ വിഷ്ണുരൂപം പൂണ്ട് നിത്യവും രക്ഷിച്ചു കൊള്ളുന്നതീശ്വരൻ ആദ്യേനജൻ പരമാത്മാവുസാധരം. രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായ അദ്രിജാവല്ലഭൻ സംഹരിക്കുന്നതും വൈവസ്വതമനോ ഭക്തി പ്രസന്നനായി ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നു വേദാവിനാക്കിക്കൊടുത്തതീ രാഘവൻ. പാദോനിധി മദനെ പണ്ടു മന്ദരം പാതാള ലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായൊരു കൂർമാകൃതി കൊണ്ട് പൃഷ്ഠേ ഗിരീന്ദ്രവും ധരിച്ചതീ രാഘവൻ. ദുഷ്ടനായൊരു ഹിരണ്യാക്ഷനെ കൊന്ന് ഗൃഷ്ടിയായി തേറ്റമേൽ ചോണിയെ പൊങ്ങിച്ചു കാരണവാരിധി തന്നിൽ കളിച്ചതും കാരണപുരുഷനാകുമീ രാഘവൻ. നിർഹ്ലാദമോടോ നരസിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടുഘോരനായൊരു ഹിരണ്യകശിപുതൻ വക്ഷപ്രദേശ പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരനിവൻ. പുത്രലാഭാർത്ഥ മതിഥിയും ഭക്തി പൂണ്ടർത്തിച്ചു സാദരമർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നോട് പുത്രനായി ഇന്ദ്രാരുജനായി പിറന്നതി. ഭക്തനായൊരു മഹാബലിയോട് ചെന്നർത്ഥിച്ചു മൂന്നടിയാക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവിക്രമനൂമിവൻ. ധാത്രീസ്വരദ്വേഷികളായി ജനിച്ചോരു ധാത്രീപതി കുലനാശം വരുത്തുവാൻ
ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ധാത്രീവരനായ രാഘവനാമിവൻ. ധാത്രിയിൽ ഇപ്പോൾ ദശരഥപുത്രനായി ധാത്രീസുതവരനായി പിറന്നിടിനാൻ. രാത്രിഞ്ചരകുലമൊക്കെ നശിപ്പിച്ചു ധാത്രിഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ. ആദ്യനജൻ പരമാത്മാ പരാപരൻ, വേദനല്ലാതെ വേദാന്ത വേദ്യൻ പരൻ. നാരായണൻ പുരുഷോത്തമനവ്യയൻ, കാരണമാനുഷൻ രാമൻ മനോഹരൻ. രാവണ നിഗ്രഹാർത്ഥം വിപിനത്തിനു ദേവഹിതാർത്ഥം ഗമിക്കുന്നിതാകയാൽ. കാരണം മന്ദരയല്ല കൈകേയെല്ലാരും ഭ്രമിക്കായിക രാജാവുമല്ലല്ലോ. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായാദേവി ജനകജ. സൃഷ്ടിസ്ഥിതിലയകാരിണി തന്നോട് പുഷ്ടപ്രമോദം പുറപ്പെട്ടതിന്നിപ്പോൾ. ഇന്നലെ നാരദൻ വന്നു ചൊന്നാൻ അവൻ തന്നോട് രാഘവൻ താനും അരുൾ ചെയ്തു. നക്തഞ്ചരാന്നയ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിനു നാളെ പുറപ്പെടും എന്നതു മൂലം ഗമിക്കുന്നു രാഘവൻ ഇന്ന് വിഷാദം കളവിനെല്ലാവരും. രാമനെ ചിന്തിച്ചു ദുഃഖിയായി ആരുമേ രാമരാമേതി ജപിപ്പിനെല്ലാവരും. നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യന് മൃത്യുഭയാദികളൊന്നുമേ സിദ്ധിക്കയില്ല. അതല്ലേ കൈവല്യവും സിദ്ധിക്കുമേവനുമെന്നു നിർണയം. ദുഃഖസൗഖ്യാദി വികൽപ്പങ്ങളില്ലാത്ത നിഷ്കളൻ നിർഗുണാത്മാ രഘുസത്തമൻ, ന്യൂനാതിരേഖവിഹീനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തൻ അനാകുലൻ. അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു? ഭക്തജനാം ഭജനാർത്ഥമായി വന്ന് ഭക്തപ്രിയൻ പിറന്നീടിനാൻ ഭൂതലേ. പങ്ക്തിരഥാഭിഷ്ട സിദ്ധാർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു. ജഗത്രയം വാലിപ്പതിനായി അവതരിച്ചിടിനാൻ ബാലീശന്മാരെ മനുഷ്യനായ ഈശ്വരൻ. രാമസീതാരഹസ്യം മുകുരീദൃശമാമോദപൂർവകം ധ്യാനിപ്പവർക്കെല്ലാം രാമദേവങ്കൽ ഉറച്ചോരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കുമേവനും. ഗോപനീയം രഹസ്യം പരമീദൃശം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭവാന്മാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു. രാമവിഷയം ഈ വണ്ണമരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം. വാമദേവ ഭജനാമൃതം സേവിച്ച് രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനോ പരമാനന്ദമായോരു വാരാനിധിയിൽ മുഴുകിനാരേവരും. താപവും തീർന്നതോ പൗരജനങ്ങൾക്കും താപത സൃഷ്ടനും മോദാലെഴുന്നള്ളി. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമർന്നു പോവാനായി പുറപ്പെട്ടു. കേതമകലെ കളഞ്ഞിനി ഞങ്ങളെ താതൻ ആജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു. സസഭ്രമം ശ്രീരാമനും മൈഥിലിക്കും അനുജനും ക്ഷീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയ വൽക്കലം ലക്ഷ്മണൻ ദാനമുടുത്താൻ അതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ. പക്ഷമെന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയ ഭർത്തൃമുഖം ഭുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിത് കാട മുടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗലദേവതാ വല്ലഭൻ രാഘവനെങ്കിതജ്ഞൻ തഥാ വാങ്ങി പരുഷമം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ച് സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നത് കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട് നിന്നരുളിയിടും വസിഷ്ഠമഹാമുനി. കോപേന വർഷിച്ചു കൈകേയി തന്നോട് താവേന ചൊല്ലിനാൾ. എന്തിതു തോന്നുവൻ ദുഷ്ടേ നിശാചരി ദുർവർദ്ധമാനസ്.
കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ രാമൻ വനത്തിനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്കു വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോ ഒരു കാരണം. ഭക്ത്യാ പതിവ്രതയായൊരു ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായ ദിവ്യാംബരം പുണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ടു ദശരഥൻ നത്വാ സ്വമന്ത്രരോടെ അവമരു ചെയ്തു. രാജയോഗം രഥമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്തമുക്ത രാമഭക്താംബുജം വർത്ത് പുത്രാഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്കാഹ മമ പ്രാണസമാനാ മനോഹര. ദുഃഖിച്ച ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു കരയുന്നതു നേരം. തേരും ഒരുമിച്ചു നിർത്തി സുമന്ധരം ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരയ നീ നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാവല്ലഭനാകിയ രാമനും. മാനസഖേദം കളഞ്ഞു ജനകനെ വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴതുടൻ തേരിൽ കരേറിനാൻ. ബാണജാപാസി തൂണീരാദികളെല്ലാം കൈകൊണ്ട് വന്ദിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ധരുമാകുലാൽ ദുഃഖേന ചേർന്നടത്തിയിടിനാൻ. ഭൂപനും നിൽക്കുന്നു ചൊന്നാർ. രഘുനാഥനും ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തത് നിശ്ചലമായത് ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോ രാജാവ് മോഹിച്ചു വീണത് ഭൂതലേ. സ്ത്രീബാല വൃന്ദാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ച് പിന്നാലെ തിഷ്ടതിഷ്ട പ്രഭോ രാമ ദയാനിധേ ദൃഷ്ടിക്കമൃതമായൊരു തിരുമേനി കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു. പ്രാണനോ പോയതല്ലോ മമ ദൈവമേ. ഇങ്ങനെ ചൊല്ലി വിലപിച്ചു സർവരും സത്വരം തേരിൻ പിറകെ നടകൊണ്ടാർ. മന്നബന്ധാനും ചിരം വിലപിച്ചത ചൊന്നാൻ പരിചാരകന്മാരോടാകുലൽ. എന്നെ എടുത്തിനെ കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവൻ. രാമനെ വേറിട്ടു ജീവിച്ചു ഞാൻ ഇനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം. എന്നത് കേട്ടോരു വൃദ്ധജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാൻ. അന്നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നനാമേവുന്ന കൗസല്യ തന്നോടും. ശ്രീരാമനും തമസാനദി തന്നുടെ തീരംഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയ മാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും. നിരാഹാരനായൊരു വൃക്ഷമൂലി ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു. സമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികപ്പൂക്ക്. ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ കാനനവാസം നമുക്കുമെന്നേ വരും. മാനസത്തിങ്കേൽ ഉറച്ചു വരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചു. സൂര്യനുദിച്ചാലയക്കയുമില്ലവർ കാര്യത്തിനും വരും വിഘ്നമെന്നാൽ ഇവർ. ഖേദം കലർന്നു തുറന്നുറങ്ങുന്നതോ ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ. പോകതാമിനി ഇപ്പോഴേ കൂട്ടുകതേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സമന്ത്രരും. വേഗേന തേരും ഒരുമിച്ച് തന്നേരം രാഘവന്മാരും ജനകതനൂജയും. തേരിലേറിടിനാരേതു മറഞ്ഞീല പൗരജനങ്ങളന്നേരം. സുമന്ധരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടത തെറ്റെന്ന് തെക്കോട്ട് തന്നെ നടകൊണ്ടു. ചുറ്റം കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടില്ല രാമനെ എന്ന് കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരം ബുക്കുമേവിനാർ. സീതാസമേതനം രാമന സന്തതം ചേതത ചിന്തിച്ചനുദിനം പുത്രമിത്രാദികളോടും ഇടചേർന്നു
ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗലാദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു സഹാനുജം ശൃംഗിവേരെ വിതുരേ മരുവീടിനാൻ. ദാസരഥിയും വിദേഹതനൂജയും ശിംസവമൂലേ സുഖേന വാണിയടിനാർ. രാമാഗമനമഹോത്സവമെത്രയോ മാമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹന്തത. സ്വാമിയ ഇഷ്ടവയസ്സനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ. പക്വമനസ്സോടു ഭക്തൈവ സത്വരം പക്വ പല മധുര പുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു. പെട്ടെന്നടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസീ തുഷ്ട്യാ ദൃണമണച്ച ശ്രേഷ്ഠവും ചെയ്തു. മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകമോ മന്ദേതരങ്കുല കുശല പ്രശ്നവും ചെയ്തു. കഞ്ചവിലോചനം തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനുമുര ചെയ്തു. ധന്യനായേനടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജമിതുമൊരു ദൂഷണഹീനമധീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷം ഉൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചിടരുളണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം അന്തർമുദാ പാദപത്മരേണുക്കളാൽ. മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ, കാലേ കനിവൂടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരു ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമ സഖേ, സൗഖ്യമതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിവോളം. രാജം മമൈതൽ ഭവൻ മത്സകിയല്ലോ, പൂജനം നീ പരിപാലിക്ക സന്തതം. കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോട് കലർന്നൊരു ഗോത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാധരവസ്ത്രതമായ തൽപ്പസ്ഥലെ പാനീയ മാത്രം വംശിച്ചു വൈദേഹികം ദാനമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദം മുതലീ പര്യങ്കേ യഥാ പുരാവാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുവമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോട് കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നത് കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായ ഗുഹൻ. ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ, പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപേവുവേ ദാരുമൂലെ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായതു. സ്വർണതൽപേവനോത്തമേ സൽപുരെ പുണ്യപുരുഷൻ ജനകാത്മതയോടും പള്ളിക്കുറുപ്പ് കൊള്ളും മുന്നമെന്നിഹ പല്ലവ പര്യങ്കസീംനി വനാന്തരേ. ശ്രീരാമദേവനു ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരചിത്തമസ്തയ കൈകേയി താൻ ഹന്ത മഹാപാപമാചരിച്ചാളല്ലോ. ശ്രുത്വാ കുഭോക്തികളിത്തമാഹന്തകവും സൗമിത്രിയും സത്വരമുത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണുമദ്ഭജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖസുഖങ്ങൾ ദാനം ചെയ്വതിനാരും ഉൾക്കാവിലോർത്ത് കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാത ജഗതി മറ്റേകൻ മമ ദുഃഖദാതാവിധി വൃത. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാനിത് ഇന്ന് കർത്താവെന്നു തോന്നുന്നു മാനസകാരിൽ വൃതാഭിമാനേനകൾ. ലോകം നിജകർമ്മ സൂത്രബന്ധം സഖേ, ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാദുരാസീന ബാധവദ്വേഷ മധ്യസ്ഥ സുഖജന ഭേദബുദ്ധിഭ്രമം.
ചിത്തമത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ എത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ ദുഃഖ സുഖം നിജ കർമ്മ വശകത മക്കയൻ ഉൾക്കാമ്പ് കൊണ്ടു നിനച്ചതിൽ യദ്യത്തഥാഗതം തത്ര കാലാന്തരെ തത്തൽ ഉയച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദകർഷാദികൾ ചിത്ത ശുഭാശുഭകർമ്മ ഫലോദയെ മർത്തദേഹം പുണ്യപാപങ്ങളെ കൊണ്ടു നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യ ദുഃഖങ്ങൾ സഹജമേ വർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരുമാകുലമില്ല, ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥിതമായും വരും. രണ്ടും അന്യോന്യം സംയുക്തമായ ഏവനുമുണ്ടു ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്യുജ്ജനം ഹൃദി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാ മരുകുന്നു ഭുജജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇത്തം ഗുഹനും സുമിത്രാത്മജനുമാ വൃത്താന്തവേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ആശുപണങ്ങിനാൻ. സാമിന്യം തോണിക സമാരുഹ്യതാം സൗമിത്രണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതോ മടിയം തന്നെ മാനവവീര മമ പ്രാണവല്ലഭ. ശൃംഗവേരാധിപൻ വാക്കുകേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചത് തോണിയും മംഗലവാങ്കിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ശ്രീരാമന്റെ വനവാസം. ശ്രീരാമൻ വനത്തിന് പോകാൻ വേണ്ടി തയ്യാറായ സമയത്ത് എല്ലാ ആളുകളും വളരെയധികം സങ്കടപ്പെട്ട് കരയുണ്ടായി. ദശരഥരാജാവാകട്ടെ രാമനെ പിരിഞ്ഞാൽ തനിക്ക് മരണം തന്നെ വന്നു ചേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലും വിലപിച്ചു. പലരും ഇതിന് കാരണമായിട്ട് കൈകേയും മറ്റേ കുറ്റം പറഞ്ഞു. ഈ സമയത്ത് വാമദേവൻ രാമസീത രഹസ്യം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. രാമനെ ചിന്തിച്ചിട്ട് നമ്മൾ ആരും തന്നെ ദുഃഖിക്കേണ്ടതില്ല, സത്യമായ കാര്യം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെ തത്വത്തെ പറഞ്ഞു കൊടുക്കുന്നു. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണ്. ലക്ഷ്മണനാകട്ടെ അനന്തന്റെ അവതാരമാണ്. ജാനകിയാകട്ടെ ലക്ഷ്മി ഭഗവതി ആണ് ഇവിടെ വേഷം മാറി വന്നിരിക്കുന്നത്. ഇവിടെ ഇവരുടെ അവതരിച്ചതിന് പ്രത്യേകിച്ച് കാരണങ്ങളും ഉണ്ട്. ഈ ശ്രീരാമൻ ഇതിനു മുമ്പ് പലതരത്തിലുള്ള അവതാരങ്ങൾ കൈകൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളെല്ലാം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ഈ ദേവൻ മകരാവതാരം അനുഷ്ഠിച്ചിട്ട് വേദങ്ങളെല്ലാം ഹയഗ്രീവനെ കൊന്നിട്ട് ബ്രഹ്മാവിന് നൽകിയ വ്യക്തിയാണ്. അതുപോലെ ഭൂമി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മത്സ്യ അവതാരം കൈകൊണ്ടതാണ്. അതുപോലെ നരസിംഹ രൂപം ധരിച്ചുകൊണ്ട് ഹിരണ്യശിവനെ വധിച്ചു. ബ്രാഹ്മണർക്ക് ഭൂമി നൽകുവാൻ വേണ്ടി പരശുരാമനായി അവതരിച്ചു. ഇങ്ങനെ ദശാവതാരങ്ങളൊക്കെ സ്വീകരിച്ചത് ആ മഹാവിഷ്ണു തന്നെയാണ്. ഇപ്പോൾ ശ്രീരാമനെ അവതരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെയും സീതയുടെയും മഹത്വത്തെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ളതായ ശ്രീരാമൻ സീതയോടുകൂടി ഇപ്പോൾ കാട്ടിൽ പോകാനുള്ള കാരണം രാവണ നിഗ്രഹാർത്ഥം വിപനത്തിന് ദേവഹിതാർത്ഥം ഗമിക്കുന്നത്. രാവണനെ വധിക്കാൻ വേണ്ടി കാട്ടിലെ പോവുകയാണ്. ആ ദേവന്മാരുടെ നിശ്ചയപ്രകാരമാണ് ശ്രീരാമന്റെ ഈ യാത്ര. അതിനാൽ ശ്രീരാമൻ കാട്ടിൽ പോകുന്നതിന്റെ പേരിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. കാരണം മന്ദരയല്ല കൈകേയല്ല ആരും ഭ്രമിക്കായ രാജാവുമല്ലല്ലോ. സ്ത്രീധനായ ദശരഥൻ
രാമനെ കാട്ടിൽ പറഞ്ഞേച്ചെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. ഇത് ദൈവനിശ്ചയമാണ്. വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ, വിഷ്ണു മഹാമായ ദേവി ജനകജ, അവരിപ്പോൾ കാട്ടിലെ പോകാനുള്ള കാരണമുണ്ട്. ഇന്നലെ നാരദ മഹർഷി ഇവിടെ വന്നിട്ട് ശ്രീരാമനോട് അവതാര ലക്ഷ്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നത്. നക്തഞ്ജരാന്നയെ നിഗ്രഹത്തിന് ഞാൻ വ്യക്തം വനത്തിന് നാളെ പുറപ്പെടും എന്നത് മൂലം ഗമിക്കുന്നു രാഘവൻ എന്ന വിഷാദം കളവനെല്ലാവരും. നാരദ മഹർഷിയോട് പറഞ്ഞിരുന്നു, നാളെ ഞാൻ വനത്തിലേക്ക് പുറപ്പെടും, അത് പ്രകാരം പോകുന്നതാണ്. അതിനാൽ നമ്മൾ ശ്രീരാമനെ പറ്റി ദുഃഖിക്കേണ്ടതില്ല. രാമനാമം നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. നിത്യേന രാമനാമം ജപിക്കുന്ന മനുഷ്യന് മൃത്യുഭയങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. മാത്രമല്ല, നമുക്ക് മോക്ഷപ്രാപ്തിക്കും രാമനാമം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനാൽ രാമനെ ചിന്തിച്ചിട്ട് നമ്മൾ ആരും ദുഃഖിക്കേണ്ടതില്ല. ഇവിടെ രാവണനെ വധിക്കാൻ വേണ്ടിയാണ് ഇവിടെ ശ്രീരാമനെ അവതരിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ ഈ ശ്രീരാമന്റെയും സീതയുടെയും ഈ രഹസ്യം ആരൊക്കെയാണോ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് അവർക്ക് രാമദേവങ്ങൾ ഉറച്ചു ഒരു ഭക്തിയും ആമയനാശവും സിദ്ധിക്കും. ഇത് വളരെ രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാവരും ഉൾക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, നിങ്ങളൊക്കെ രാമപ്രിയന്മാരാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനിതാ ശ്രീരാമന്റെ ഈ തത്വം നിങ്ങൾക്ക് പറഞ്ഞു തന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാമദേവൻ അവിടെ നിന്നും പോവുകയുണ്ടായി. അങ്ങനെ അയോധ്യ ജനങ്ങളെല്ലാം ദുഃഖം പൊക്കി കഴിയുകയാണ്. ശ്രീരാമനാകട്ടെ തൻ്റെ പിതാവിൻ്റെ സമയത്ത് താതകേകത്തിൽ പ്രവേശിച്ചു. കൈകേയിയോട് പറഞ്ഞു, അമ്മയെ നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാനിതാ കാട്ടിലേക്ക് പോവുകയാണ്. സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമിക്കമോർന്ന് പോവാനായി പുറപ്പെട്ടു. അതിനാൽ ദുഃഖമൊക്കെ കളഞ്ഞ് സുഖമായി കഴിയുക. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് കൈകേയി പരിഭ്രമത്തിൽ എഴുന്നേറ്റുകൊണ്ട് അവർ കാട്ടിൽ പോകുന്നവർക്ക് സന്യാസ വേഷത്തിനായിട്ട് ക്ഷീരങ്ങൾ വെവ്വേറെ നൽകിയാൻ മരത്തോല് ധരിക്കാൻ വേണ്ടി കൊടുത്തു. ശ്രീരാമനാകട്ടെ തൻ്റെ പട്ടുവസ്ത്രം ഉപേക്ഷിച്ചിട്ട് മരത്തോല് ധരിക്കുകയുണ്ടായി. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യക്ഷീരങ്ങൾ പരിഗ്രഹിച്ചിടാൻ ശ്രീരാമന്റെ ഉപദേശപ്രകാരം ലക്ഷ്മണനും അത് ധരിച്ചു. എന്നാൽ സീതാദേവിയാകട്ടെ ഈ വൽക്കലം കയ്യിൽ കിട്ടിയപ്പോൾ ഞാനിത് എങ്ങനെയാ ഉടുക്കേണ്ടത് എന്നറിയാതെ ലക്ഷ്മി ഭഗവതിയായ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ ഞാനിത് എന്ത് ചെയ്യണമെന്നറിയാതെ ഭർത്താവിന്റെ മുഖത്തേക്ക് ലജ്ജയോടെ നോക്കിയുണ്ടായി. ഞാനിത് എങ്ങനെയാ ഉടുക്കുക എന്നുള്ള ചിന്തയിലാണ്. ശ്രീരാമൻ തന്നെ ആ സമയത്ത് ആ വൽക്കലം വാങ്ങിയിട്ട് അവളുടെ ശരീരത്തെ വേഷ്ടിക്കുകയുണ്ടായി. ഇങ്ങനെ വൽക്കലം ധരിച്ചുകൊണ്ട് സീതാദേവിയൊക്കെ നിൽക്കുന്നുണ്ടപ്പോൾ ജനങ്ങളൊക്കെ സങ്കടത്തോടുകൂടി വളരെയധികം വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ടു. ആ സമയത്ത് ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങളുടെ സന്താപമൊക്കെ കണ്ടപ്പോൾ വസിഷ്ഠ മഹാമുനി കൈകേയിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ, നീ ശ്രീരാമൻ കാട്ടിൽ പോകണമെന്നൊക്കെയല്ലേ നീ പരമാവശ്യപ്പെട്ടത്? ഈ ജാനകി ദേവിക്ക് ഈ വൽക്കലം കൊടുക്കാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? ഇനി സീത കാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ശ്രീരാമന്റെ കൂടെ നല്ല വേഷത്തിന് പോയാൽ പോരായിരുന്നുവോ? സർവാഭരണ വിഭൂഷിത ഗാത്രിയാണ് ദിവ്യാംബരം കൊണ്ട് അനുഗമിച്ചിടുക. അങ്ങനെ കാട്ടിൽ ശ്രീരാമന്റെ ദുഃഖം സമർപ്പിച്ചുകൊണ്ട് ഭാര്യയായിട്ട് കഴിയുമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കൈകേയെ വർദ്ധിച്ചു. ആ സമയത്ത് യുദ്ധം വസിഷ്ഠോക്തി കേട്ട് ദശരഥൻ എത്തുക സ്വമന്ത്രോടെ അവര് ചെയ്തു. രാജയോഗമായി രഥം ഉടനെ പെട്ടെന്ന് വരുത്തണം. അങ്ങനെ രഥം ശ്രീരാമന് പോകാൻ വേണ്ടി വന്നു. ഈ സമയത്ത് ദശരഥനാകട്ടെ രാമന്റെ മുഖം തന്നെ നോക്കിക്കൊണ്ട് പുത്രാഹ രാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമാങ്കാഹ മമ പ്രാണ സമാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. ഈ സമയത്ത് തേരിൽ ഒരുമിച്ച് നിർത്തി സീതയെ കൂട്ടിയിട്ട് ശ്രീരാമൻ തേരിൽ കയറി. അങ്ങനെ എല്ലാവരും കൂടി ആ തേരിൽ അവിടുന്ന് പുറപ്പെടുകയുണ്ടായി. സുമന്ത്രര് കൈകൊണ്ട് വന്ദിച്ച് ദാനം കരയറിനാൻ ലക്ഷ്മണനപ്പോൾ സുമന്ത്രമാകുലാൽ ദുഃഖേന ദേവ നടത്തിയിടാൻ സുമന്ത്രര് രഥത്തെ മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നാലെ തന്നെ
ദശരഥ രാജാവ് ദുഃഖത്തോടെ വന്നു. അവസാനം ശ്രീരാമൻ പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ പോയി നിന്നുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ഗച്ഛ അതിവേഗം അരുൾ ചെയ്തു. എന്തിനു പറയുന്നു? ശ്രീരാമന്റെ അവരുടെ വനത്തിലേക്കുള്ള യാത്രയിൽ സർവ്വ ലോകവും സ്തംഭിച്ചു നിന്നുപോയി എന്നാണ്. ശ്രീരാമൻ കൺമട്ടത്തിൽ നിന്ന് മറഞ്ഞപ്പോൾ രാജാവ് മോഹാത്സപ്പെട്ടു വീണു. എല്ലാവരും വളരെ വിലപിച്ചു. ആളുകളൊക്കെ പിന്നെ പിറകെ ഓടിക്കൊണ്ട് തിഷ്ടപ്രഭോ നിൽക്കൂ, ഞങ്ങളുടെ അങ്ങേ വേറെ വിരിഞ്ഞ് ഞങ്ങൾ എങ്ങനെയാണ് അയോധ്യയിൽ കഴിയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പിന്നാലെ പോയി എന്നാണ്. ഈ സമയത്ത് ദശരഥൻ പറഞ്ഞു, എന്നെ ശ്രീരാമൻ അമ്മയായ കൈകയുടെ കൊട്ടാരത്തിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അതുപ്രകാരം അവിടെ കൊണ്ടാക്കി എന്നുള്ളതാണ്. ഏതായാലും ശ്രീരാമന സ്ഥിതിയൊക്കെ തമസാ നദിയുടെ തീരം ഗമിച്ചു. രാത്രിയിൽ പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് അവിടെ സീതയുമായിട്ട് രാത്രി കഴിഞ്ഞു. ഈ സമയത്ത് ലക്ഷ്മണനാകട്ടെ അമ്പും വില്ലും ധരിച്ചിട്ട് അവർക്ക് കാവലായിട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അവിടെ നിലയ്ക്കുണ്ടായി. ഈ സമയത്ത് പൗരജനങ്ങളെല്ലാം ചിന്തിച്ചു, ശ്രീരാമൻ നാട്ടിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് പോകുന്നില്ല, ശ്രീരാമനോട് ഞങ്ങളും കാട്ടിലേക്ക് പോകുന്ന പറഞ്ഞുകൊണ്ട് ശ്രീരാമന്റെ പിറകെ അവരും കുറെ ആളുകളൊക്കെ ഒന്നിച്ചു വരികയുണ്ടായി. ഈ സമയത്ത് ശ്രീരാമൻ ചിന്തിച്ചു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ പോകാൻ പറ്റില്ല. അപ്പൊ അതിനാൽ ഇപ്പോൾ എല്ലാ ജനങ്ങളും രാത്രി ക്ഷീണിച്ചിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഈ സമയത്ത് രക്ഷപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് ഖേദം കലർന്നതാണെന്ന് ഉറങ്ങുന്നത് ബോധമില്ല, ഇപ്പോൾ ഉണരുന്നതിനു മുമ്പേ പോകതാമിനിയെന്ന് കൂട്ടുക തേരെന്ന് രാഘവൻ പറഞ്ഞത് കേട്ടിട്ട് സമുദ്രര് രഥം തെളിച്ചുകൊണ്ട് അവിടെ നിന്ന് വനത്തിലേക്ക് പോയി എന്നാണ്. നേരം വെളുത്തപ്പോൾ ജനങ്ങളൊക്കെ നോക്കുമ്പോൾ ശ്രീരാമനെ ഒന്നും കാണുന്നില്ല. എല്ലാവരും വളരെ ദുഃഖിച്ചുകൊണ്ട് കണ്ടില രാമനെ എന്ന് കരഞ്ഞതി കുണ്ടിതന്മാരായ പുരമ്പുക്കുമേവിനാർ. പിന്നെ സീതാസമേതനായ ശ്രീരാമനെ ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെല്ലാവരും പിന്നീട് അയോധ്യയിൽ കഴിഞ്ഞു വന്നു. അങ്ങനെ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോഴാണ് കാട്ടിലുള്ളതായ ഗുഹൻ ശ്രീരാമൻ വരുന്നത് അറിഞ്ഞു. മുന്നിൽ വന്നിട്ട് തുടർന്ന് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ധന്യനായ നടിയനെന്ന കേവലം ഈ കാട്ടാളനായ എന്റെ ജന്മം ഇതാ അങ്ങേ കണ്ടുകൊണ്ട് സഫലമായിരിക്കുകയാണ്. ഏതായാലും അങ്ങ് ഇതാ ഞാൻ ഈ രാജ്യം അങ്ങേ ഏൽപ്പിക്കുകയാണ്. കിങ്കരനാം അടിയനെയും രാജവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. അങ്ങ് എന്റെ അന്തഃപുരത്തിൽ വന്നിട്ട് അങ്ങയുടെ പാദസ്പർശം കൊണ്ട് എന്നെ അന്തഃപുരത്ത് ശുദ്ധീകരിക്കണമെന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി. ശ്രീരാമൻ പറഞ്ഞു, 14 വത്സരം ഞാൻ വനത്തിൽ കഴിയും. മറ്റുള്ള ദിക്കിൽ നിന്ന് ഞാൻ അതിനു മുമ്പായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല. അന്നദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് മന്യേ വനവാസകാലം കഴിയോളം നീ തന്നെ ഈ രാജ്യം ഭരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ പറയുണ്ടായി, കൊണ്ടുപോവാ വടക്ഷീരമാശു നീ. വടക്ഷീരം ഉടനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വടക്ഷീരം കൊണ്ടുവന്നു. രാമനും ലക്ഷ്മണനും വടക്ഷീരം ധരിച്ചുകൊണ്ട് തലയ്ക്ക് ജടയുണ്ടാക്കി. അന്നത്തെ ദിവസം വെള്ളം മാത്രം ഒഴിച്ചുകൊണ്ട് വൈദേഹികമായിട്ട് അവിടെ രാത്രി ഉറങ്ങുകയുണ്ടായി. ലക്ഷ്മണനാകട്ടെ അവിടെ രക്ഷിച്ചു നിന്നു. ഈ സമയത്ത് വനത്തില് വെറും നിലത്ത് കിടന്നിറങ്ങുന്ന ശ്രീരാമനെയും സീതയെ കണ്ടുകൊണ്ട് ഗുഹൻ വളരെയധികം ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞു, പുഷ്കരനെ തന്നെ കണ്ടതില്ലോ സഖേ, ഇത് വെറും നിലത്തതാ കിടന്ന് ഉറങ്ങാറായിരിക്കുന്നു. ആ കൈകൈ നിമിത്തത്തിൽ എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പലതും പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, ഭദ്രമതേ സ്വർണമദ്വദനം, ഇനി ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുക, രാമനാമം നമ്മൾ ജപിക്കുക. ഇവിടെ ഒരാളുടെ ദുഃഖത്തിന് ഒരാളെ നമ്മൾ കുറ്റം പറയേണ്ടതില്ല. എല്ലാവരും അവരവരോട് ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്ക് തോന്നും എന്റെ ദുഃഖത്തിന് അയാളാണ് കാരണക്കാരൻ, ഇയാളാണ് കാരണക്കാരൻ. ഈ ചിന്തക്കൊന്നും അർത്ഥമില്ല. പിന്നെ ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖദുഃഖങ്ങൾ ദാനം ചെയ്യുന്നതിനാരും ഉൾക്കാമ്പുലൂടത്ത് കണ്ടാലില്ല നിർണയം. അപ്പൊ അതിനാൽ അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. നമ്മൾ വരുന്നതെല്ലാം അനുഭവിക്കാണ് വേണ്ടത്. ദുഃഖസുഖം നിജകർമ്മവശകഥം ഒക്കെ ഉൾക്കാമ്പെന്നുറച്ച് നനച്ചതിൽ എന്താണോ വരുന്നത് അത് നമ്മൾ അനുഭവിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കുകയും വേണ്ട, ഭോഗങ്ങൾ വിധികൃതം നമ്മൾ വർജിക്കുകയും വേണ്ട എന്നിങ്ങനെയുള്ളതായ ഉപദേശങ്ങളൊക്കെ അവിടെ കൊടുത്തുകൊണ്ട് കഴിഞ്ഞു. പക്ഷേ സാധാരണ
ആളുകൾ ഇതിലൊക്കെ ഭ്രമിച്ചു പോകും. പക്ഷേ ബുദ്ധിയുള്ള ആളുകൾ ഇതിലൊന്നും ഭ്രമിക്കില്ല. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തത് തന്നെ വരുമ്പോഴും തൊട്ടാത്മന മരുവൊന്നു ബുധജനം. അതാണ് അറിവുള്ളവർ അങ്ങനെ ചെയ്യുക. എന്ത് വന്നാലും ഒരുപോലെ, നല്ലതായാലും മോശമായാലും എന്നിങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ലക്ഷ്മണനും ഗുഹനുമായിട്ട് പറഞ്ഞു കഴിയാണുണ്ടായത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പിറ്റേ ദിവസം സൂര്യൻ ഉദിച്ചു. ശ്രീരാമനും സീതയും എല്ലാ രാവിലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പുറപ്പെടാൻ വേണ്ടി തോണി വരുത്തുകന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ശിവണങ്ങി. അങ്ങനെ ഗുഹൻ കൊണ്ടുവന്ന തോണിയിൽ സീതയുടെ കൈ പിടിച്ചുകൊണ്ട് ശ്രീരാമൻ കയറി. കയ്യം പിടിച്ച് കരയേറ്റി ഗുഹനുടെ കയ്യം പിടിച്ച് താനും കരയേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തുകൊണ്ട് ലക്ഷ്മണനും ആ രഥത്തിൽ കയറി. അങ്ങനെ ബന്ധുവർഗത്തോടുകൂടി ഗുഹൻ ശ്രീരാമനെ ആ തോണി കടത്തിയിട്ട് അക്കരയ്ക്ക് പോവുകയാണ്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവൽ കരോമി യുദ്ധൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.